ശ്രീയൻ ശ്രീകുമാർ, ഈ വിഷയം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തു. എന്നാലും പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നത് പോലെ നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൽ തർക്കം ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ NM വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രേരണാകുറ്റം ചുമത്തപ്പെട്ട പ്രതികളായിട്ടുള്ള 3 കോൺഗ്രസ് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം ഉപാധികളോടെ, കർശന ഉപാധികളോടെ ഇപ്പോൾ നൽകുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. MLA നിയമസഭ നടക്കുമ്പോൾ പോലും ഈ ചോദ്യം ചെയ്യലിന് വിധേയനായി വയനാട്ടിൽ തന്നെ നിൽക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് IC ബാലകൃഷ്ണൻ. പക്ഷേ അദ്ദേഹം ഈ IC ബാലകൃഷ്ണൻ കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുൻപ് കാണാതായി മാധ്യമങ്ങൾ വല്ലാതെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. താൻ ഒളിവിൽ പോയതല്ല, തീർത്ഥാടനത്തിന് പോയി എന്നൊക്കെ പറയുന്ന IC ബാലകൃഷ്ണൻ. ജനപ്രതിനിധികൾ ഇങ്ങനെയാണോ? കോൺഗ്രസ് ഇപ്പോഴും ഇവരെ ഈ രീതിയിലാണോ കൈകാര്യം ചെയ്യുന്നത്? നോക്കൂ ലാലെ, ഈ വിഷയങ്ങൾ ഒരുപാട് ദിവസം മറ്റ് ചാനലുകളും എനിക്ക് എൻ്റെ എക്കോ വരുന്നുണ്ട്. അത് ശരിയാക്കാം, അങ്ങ് പറഞ്ഞോളൂ, അതിനിടയിൽ തന്നെ അത് ശരിയാക്കാം. ഓക്കെ. അതായത് താങ്കൾ ഇത് പറഞ്ഞു, ഈ വിഷയമാരും മറ്റ് ചാനലുകൾ ചർച്ച ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ അത് എല്ലാ ചാനലുകളും പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ പല ചാനലുകളെ ചർച്ചയിലും പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന റഫീഖുമായിട്ട് ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിഷയങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട്. അതിൽ CPM താല്പര്യമുള്ള കൈരളി അത് കൂടുതൽ ഏറ്റെടുക്കുന്ന വിരോധമൊന്നുമില്ല. കാരണം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെ സത്യം തെളിയുന്നതാണ് എപ്പോഴും നല്ലത്. അതൊരു പത്രമാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്. അതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല, എത്ര വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അത് ഏകപക്ഷീയമായി പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ താങ്കളുടെ ചോദ്യം ജനമനസ്സിൽ ജാമ്യമുണ്ടോ എന്നുള്ളതാണ്. ജനമനസ്സിൽ ജാമ്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അതിനുള്ള അവസരമാണ് അവർക്ക് തിരഞ്ഞെടുപ്പ്. അതുവരെ കാത്തിരിക്കേണ്ടി വരും. അതിനു മുമ്പ് നമുക്ക് അവരുടെ മനസ്സിൽ എന്താണ് IC ബാലകൃഷ്ണനെക്കുറിച്ചും കോൺഗ്രസ് നേതാക്കളെക്കുറിച്ചും, ഈ കേസിൽ ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളെക്കുറിച്ചും അവരുടെ മനസ്സിലുള്ള അഭിപ്രായം എന്താണെന്ന് നമുക്കറിയാൻ കഴിയില്ല. പിന്നെ CPM പറയുന്ന അഭിപ്രായമാണ് ജനമനസ്സിലുള്ളത് എന്ന് വിശ്വസിക്കാനും കഴിയില്ല. അത് CPMൻ്റെ അഭിപ്രായം മാത്രമാണ്. ഇവിടെ IC ബാലകൃഷ്ണനാണെങ്കിലും അതുപോലെ ഗോപിനാഥനാണെങ്കിലും അപ്പച്ചനാണെങ്കിലും ഒക്കെ അവർ കോൺഗ്രസിൻ്റെ വയനാട് ജില്ലയിലെ പ്രമുഖ നേതാക്കളാണ്, MLA ആണ്. അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസ്. അവർക്കെതിരെ മാത്രമല്ല, ആത്മഹത്യ ചെയ്ത ശ്രീ NM വിജയനെതിരെയും പോലീസ് കേസുണ്ട്. അപ്പോൾ ആ കേസും കൂട്ടൊക്കെ അന്വേഷണം നടക്കട്ടെ. അതിനുശേഷം നിയമപരമായിട്ട് എന്താണ് വരുന്നത് വെച്ചാൽ കാണാം. പക്ഷേ ഇതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ കാണേണ്ടത്. ഒന്ന് നിയമപരമായ വശവും ഒന്ന് രാഷ്ട്രീയ വശമുണ്ട്. നിയമപരമായ വശത്തിൻ്റെ ഭാഗമാണ് മുൻകൂർ ജാമ്യം തേടൽ. അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മുൻകൂർ ജാമ്യം തേടുന്നത് ഒരിക്കലും തെറ്റല്ല. അത് ആർക്ക് വേണേൽ തേടാം, തേടാതിരിക്കാം. മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ സംശയം ഉണ്ടാകാതിരിക്കാനും മുൻകൂർ ജാമ്യം തരുന്നത് നല്ലതാണ്. കാരണം എന്താണ്, കോടതി എന്താണ് പറയുന്നത്, ഇവർക്ക് ജാമ്യമുണ്ടോ ഇല്ലേ? ജാമ്യമില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകുമല്ലോ. അപ്പോൾ ജാമ്യം തേടുമ്പോൾ തന്നെ ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ ജാമ്യം തേടുന്നത്. ജാമ്യം കിട്ടാതിരിക്കാം, കിട്ടാം. അപ്പോൾ കിട്ടാൻ വേണ്ടി ജാമ്യം തേടുമ്പോൾ അത് തെറ്റല്ല. അത് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് മുൻകൂർ ജാമ്യം എന്നുള്ളത്, അതിൽ തെറ്റല്ല. അങ്ങനെ മുൻകൂർ ജാമ്യം തേടുമ്പോൾ അറസ്റ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഒരു നടപടിയുണ്ട്. അതും തെറ്റല്ല. കാരണം ഇതിനു മുമ്പ് അങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ട്. അല്ല, അങ്ങനെ ചെയ്തപ്പോഴൊക്കെ പലരുടെയും കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണെന്നും പ്രതിപക്ഷം എന്താണ് പറഞ്ഞത്, ഏറ്റവും ഒടുവിൽ PP ദിവ്യയുടെ കാര്യമൊക്കെ വന്നപ്പോൾ പറഞ്ഞത് എന്താണെന്നൊക്കെ നമ്മൾ കേട്ടതാണ്. ആ കാര്യത്തിൽ CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾ അങ്ങനെ ആരോപണം വന്ന ആളുകളുടെ പേരിൽ എടുത്ത നടപടികളും നമ്മൾ കണ്ടതാണ്. പക്ഷേ കോൺഗ്രസ് ഇതിനു വേണ്ടിയൊക്കെ നിരത്തിലിറങ്ങി സമരം ചെയ്തത് നമ്മൾ കണ്ടതാണ്. എവിടെയൊക്കെ വലിയ രീതിയിലുള്ള സമരങ്ങൾ നടന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ആ സമരങ്ങളൊക്കെ നടത്തിയ പാർട്ടിയുടെ നേതാക്കളുടെ പേരിൽ ഇപ്പോൾ വയനാട്ടിൽ ഈ രീതിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനോട് കോൺഗ്രസ് കാണിക്കുന്ന നിലപാട് കാണുമ്പോഴാണ് ഈ ചോദ്യം വരുന്നത്, കോൺഗ്രസ് സംരക്ഷിക്കുന്നുണ്ടോ? IC ബാലകൃഷ്ണൻ MLA പോലെ ഒരാൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വന്നിട്ടാണോ ഈ കാര്യത്തിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്? ഇപ്പോൾ അദ്ദേഹം പ്രതിയാണ്. ഈ കാര്യത്തിൽ കർശന ഉപാധികളോടെ ഇപ്പോൾ പോലീസ് അന്വേഷണത്തിന് ഹാജരാകണം എന്ന് ലിമിറ്റഡ് കസ്റ്റഡിയിൽ അദ്ദേഹത്തെ പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
ഇങ്ങനെയൊക്കെ വരുമ്പോൾ എൻ ഡി അപ്പച്ചനാണെങ്കിലും അദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് ആ ജില്ലയിലെ, അപ്പോഴും ജനപ്രതിനിധിയാണ്. ഈ ജനപ്രതിനിധികൾ ഇങ്ങനെ ആയിരിക്കണമോ? അവർ ഇങ്ങനെ ഒളിച്ചു നടക്കുകയാണോ വേണ്ടത്? ഈ ജാമ്യം കിട്ടുന്നത് വരെ ഇവരെവിടെയായിരുന്നു? കോൺഗ്രസ് എന്ത് നിലപാടാണ് ഇവരോട് കാണിച്ചത്? IC ബാലകൃഷ്ണൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ളത്. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം നിയമസഭയിൽ എത്തിയതായിട്ടും വാർത്തകളുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ അതിനിപ്പോൾ ഞാൻ പറയട്ടെ, ഒരു മുൻകൂർ ജാമ്യം IC ബാലകൃഷ്ണൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. IC ബാലകൃഷ്ണൻ എവിടെയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ജനങ്ങളോട് പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടോ അദ്ദേഹം എവിടെയായിരുന്നു എന്ന്? അതായത് ഞാൻ പറഞ്ഞല്ലോ, പോലീസ് ഇടതുമുന്നണിയുടെയാണ്, ഭരിക്കുന്ന ഇടതുമുന്നണിയാണ്. IC ബാലകൃഷ്ണൻ പ്രതിപക്ഷ MLA ആണ്, കോൺഗ്രസിൻ്റെ നേതാവാണ്. ആ നിലയ്ക്ക് IC ബാലകൃഷ്ണനെതിരെ ഏത് നടപടിയും പോലീസിന് എടുക്കാമല്ലോ. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണപക്ഷത്തെക്കാൾ മാതൃക കാണിക്കേണ്ടവരല്ലേ? അവരടുത്ത് വീണ്ടും ഭരണത്തിൽ വരേണ്ടവരാണെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല, എന്നും പ്രതിപക്ഷത്തിരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രതിപക്ഷത്തിന് തോന്നിയതുപോലെ കാണിക്കാം. പക്ഷേ പ്രതിപക്ഷം ഒരു അല്പം ധാർമ്മികമായി പെരുമാറാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ ജനങ്ങളുടെ മുമ്പിൽ മാതൃക കാണിക്കേണ്ടവരാണ്. അവർ പറയുന്ന മുദ്രാവാക്യങ്ങൾ അവരുടെ കാര്യങ്ങളിലെങ്കിലും വരുമ്പോൾ അത് പാലിക്കേണ്ടവരാണ്. ഇപ്പോൾ IC ബാലകൃഷ്ണൻ എന്താണ് ഒളിച്ചു നടക്കുകയായിരുന്നു എന്ന് പരാതി വന്നു. മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തിട്ടും അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താണ്, പിന്നീട് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒന്ന് കേൾക്കാം. നോക്കൂ, IC ബാലകൃഷ്ണൻ ഇന്ന് എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇല്ല, ഞാൻ ഒളിവിൽ പോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ അന്ന്, ഞാൻ തികച്ചൊരു ദൈവവിശ്വാസിയാണ്. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, എവിടെയും അന്വേഷിച്ചാൽ നല്ലൊരു ദൈവവിശ്വാസിയാണ് ഞാൻ. എൻ്റെ മനസ്സിലൊരു പ്രയാസമുണ്ടാകുമ്പോൾ എനിക്ക് സാങ്കേതികമായ തടസ്സങ്ങളുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ക്ഷേത്ര ദർശനത്തിന് പോകാറുണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പോകാറുണ്ട്. അത്തരത്തിലൊരു യാത്ര ചെയ്തതാണ്, അല്ലാതെ ഒളിവിൽ പോയതാണ്. ഞാൻ ഇന്നലെ നിയമസഭയിൽ വരേണ്ട കാര്യമുണ്ടോ? IC ബാലകൃഷ്ണൻ ഇന്ന് പറഞ്ഞതാണ് അദ്ദേഹം ഒളിവിൽ പോയതല്ല, അദ്ദേഹം ദൈവവിശ്വാസി ആയതുകൊണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോയതാണെന്നാണ്. ഈ ദിവസങ്ങളിൽ അത്രയും അദ്ദേഹം ജനങ്ങളുടെ കാര്യത്തിൽ നിന്ന് മാറി ക്ഷേത്രങ്ങളിൽ പോകാനുള്ള അവകാശമൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം 10 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കാണാതായപ്പോൾ അന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ പറഞ്ഞത് എന്താണെന്ന് കൂടി കേൾക്കാം, നോക്കാം. ഞാൻ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കർണാടകയിൽ വന്നതാണ്. എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ മാരേജ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നും നാളെയായിട്ട് നാട്ടിലെത്തും. അതെ, 10-ാം തീയതി പറഞ്ഞതാണ് IC ബാലകൃഷ്ണൻ. അന്ന് കാണാതായതാണ്. അന്ന് കോടതി ഈ കാര്യങ്ങൾ പരിഗണിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ആ കാര്യം ആയി ബന്ധപ്പെട്ട് അദ്ദേഹം അടുത്ത ദിവസം തന്നെ ഇന്നും നാളെയുമായി അദ്ദേഹം കേരളത്തിലേക്ക് ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെ പിന്നെ കാണുന്നത് ഇന്നലെ നിയമസഭയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ്. എന്താണ് സാർ, ഇങ്ങനെയാണോ ജനങ്ങളോട് ഒരു MLA പെരുമാറേണ്ടത്? കോൺഗ്രസ് ഇതിനൊക്കെ വളം വെക്കുന്ന പാർട്ടിയാണെങ്കിൽ എനിക്ക് തർക്കമില്ല, പക്ഷേ അത്രയേ ഉള്ളൂ കോൺഗ്രസ് എന്ന് സമ്മതിക്കണം. ഇതൊക്കെ ലാലെ, ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയാം, അതിനിടയ്ക്ക് തടസ്സപ്പെടുത്തരുത്. IC ബാലകൃഷ്ണൻ അന്ന് പറഞ്ഞ അദ്ദേഹം കല്യാണത്തിന് കർണാടകയിൽ പോയി എന്നാണ് എല്ലാവരും കേട്ടതാണ്. കല്യാണം ഒരു ദിവസമല്ലേ ഉണ്ടാവുള്ളൂ, 10 ദിവസം കല്യാണം നീണ്ടു നിൽക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞിട്ട് അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ക്ഷേത്ര ദർശനത്തിന് പോയി എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നു. നിങ്ങളിപ്പോഴാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കല്യാണത്തിന് പോയി. അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അന്ന് കല്യാണമായിരുന്നു, കല്യാണത്തിന് പോയി. ഇന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് ദർശനത്തിന് പോയി. പിന്നെ അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ വയനാട്ടിൽ വരും എന്നാണ് പറഞ്ഞത്. ഇന്നും നാളെയുമായി ഞാൻ വയനാട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ് അങ്ങ് കേട്ടില്ലേ? അതേ, ഇന്നും നാളെയുമായി വയനാട്ടിൽ വന്നില്ല. അതേ, അടുത്ത 10 ദിവസം വയനാട്ടിൽ വന്നില്ല. അദ്ദേഹത്തെ വയനാട്ടിൽ കാണുന്നത് പിന്നെ എപ്പോഴാണ് സാർ? കാണുന്നുണ്ടോ? കണ്ടിരുന്നോ? നോക്കൂ ലാലെ, ഇതിൽ നിങ്ങൾ പറയുന്നതിൽ യാതൊരു പ്രസക്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഇന്ന ദിവസം വരും അന്ന് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വിളിച്ചിടന്ന് പറയണ്ട. ഞാൻ പറയുന്നത് കേൾക്കൂ. നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെങ്കിൽ കാറിലോ ട്രെയിനിലോ ബസ്സിലോ നിയമസഭയിൽ എത്തണമല്ലോ, തിരുവനന്തപുരത്ത് എത്തണമല്ലോ. അവിടെ നിന്ന് വേണം നടന്നിട്ടോ ഓട്ടോറിക്ഷയിലോ വേണമല്ലോ പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങനെയല്ലേ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ പങ്കെടുക്കാൻ വന്നതിന് കോടതിയുടെ ഒരു പരാമർശത്തിന്റെ തണലുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഇനി അദ്ദേഹം ഒളിച്ചല്ല പോയതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ND അപ്പച്ചൻ എന്ന കോൺഗ്രസ് നേതാവുണ്ടല്ലോ, അദ്ദേഹം ഇന്ന് ചില മാധ്യമങ്ങളോട് പറഞ്ഞതുണ്ട്, നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്, അതിൻ്റെ രേഖയുണ്ട്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, ND അപ്പച്ചൻ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ മാറി നിന്നതാണ്. കാരണം
ഈ പോലീസ്, ഈ സർക്കാരിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് പേടിച്ച് മാറി നിന്നതാണ് എന്നാണ്. ഈ ആനുകൂല്യം ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇവരുടെ ഈ പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ മാറി നിന്നതും അവർക്ക് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അവസരങ്ങളെ ഒഴിവാക്കി കൊടുക്കുന്നതൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രിവിലേജ്. ഇത് മറ്റുള്ളവർക്കൊക്കെ വരുമ്പോൾ നിങ്ങളാരും അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. നോക്കൂ ലാലെ, ഞാൻ ഈ ചർച്ചയുടെ ആദ്യം പറഞ്ഞത് എന്താണ്, മുൻകൂർ ജാമ്യം നേടുമ്പോൾ മാറി നിൽക്കുക എന്നുള്ളത് നിയമ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ഞാൻ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയൻ്റെ പോലീസ് കോൺഗ്രസ് നേതാക്കളെ ഏത് നിമിഷവും ഏത് വീട്ടിൽ കയറിയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അവർക്കത് അവരുടെ ഒരു ഹരമാണത്, കോൺഗ്രസ് നേതാക്കളെ ജയിലിലടയ്ക്കുക. പറയാൻ അനുവദിക്കേ. ലാലെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. അതായത് ഇവിടെ PP ദിവ്യയുടെ കാര്യത്തിലാണെങ്കിലും അപ്പച്ചൻ്റെ കാര്യത്തിലാണെങ്കിലും പോലീസിൻ്റെ നിലപാട് രണ്ട് തരത്തിലായിരുന്നല്ലോ. നിങ്ങൾ ഈ 2 മാസം മുമ്പ് നടന്ന ADMൻ്റെ ആ അറസ്റ്റ് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് CPMൻ്റെ വനിതാ നേതാവിനെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്തതെന്നും അവരെക്കുറിച്ച് എന്താണ് അക്കാലത്ത് വർത്തമാന പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വാർത്തകൾ വന്നെന്നുള്ളതും പത്തനംതിട്ടയിലെ CPM നേതാക്കൾ എന്താണ് പറഞ്ഞതെന്നൊക്കെ നമ്മൾ കേട്ടതല്ലേ. അപ്പോൾ അത് മറന്നിട്ടില്ല ജനം. അത് മറക്കാത്ത ജനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിങ്ങളെ വെറുതെ കണ്ടത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് എന്താണ് മുദ്രാവാക്യം കോൺഗ്രസിൻ്റേത് എന്നുള്ളത് നമുക്കറിയാം. അക്കാര്യത്തിൽ CPM എന്ത് നിലപാടെടുത്തു എന്നുള്ളത് നമുക്കറിയാം. PP ദിവ്യയ്ക്ക് ഏതൊക്കെ സ്ഥാനങ്ങൾ പോയി എന്നുള്ളത് നമുക്കറിയാം. അവർക്ക് മുൻകൂർ ജാമ്യവും ഈ പറഞ്ഞ ജാമ്യത്തിൽ എന്ത് നിലപാട് കോടതി എടുത്തു എന്നുള്ളത് നമുക്കറിയാം. അവർ ജയിലിൽ കിടന്നത് നമ്മൾ കണ്ടതുമാണ്. അതിപ്പോൾ ഇവിടെ കോൺഗ്രസിന് അക്കാര്യത്തിൽ എന്ത് നിലപാട് എന്ന് ചോദിച്ചെടുത്താണ് ഇത്രയും അങ്ങ് ഇപ്പോൾ വാദിക്കുന്നത്. ഇത്രയും വാദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്